കണ്ണൂർ അടക്കാത്തോടിറങ്ങിയ കടുവ ജനവാസ മേഖലയിൽ തന്നെ. സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് കടുവയെ കണ്ടെത്തിയത്. മയക്ക് വെടിവെച്ച് പിടികൂടാൻ ആണ് തീരുമാനം. വലയിട്ട് പിടികൂടുന്നതും പരിഗണനയിലുണ്ട്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, കടുവ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. എന്താണ് വനം വകുപ്പിന്റെ തീരുമാനം? ഇതിനെ എങ്ങനെ പിടികൂടാനാണ് ധാരണയിലെത്തിയിരിക്കുന്നത്? അമൃത, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി അടക്കാത്തോട് മേഖലയിൽ ഈ കടുവയുടെ സാന്നിധ്യമുണ്ട്. പല ആളുകളും പലവട്ടം കടുവയെ കണ്ടു എന്ന തരത്തിലുള്ള പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1:45 കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അവിടെ ഒരു വീടിന് മുന്നിലൂടെ കടുവ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പ്രദേശത്ത് വലിയ തോതിലുള്ള പരിശോധനയും മറ്റുമൊക്കെ നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ചിറക്കുഴി ബാബു എന്നയാളുടെ റബ്ബർ തോട്ടത്തിൽ ഒരു ചതുപ്പ് കുറ്റിക്കാട് പ്രദേശത്ത് കടുവ കിടക്കുന്നതായിട്ടുള്ള കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കടുവ കുറച്ച് പ്രായമുള്ള കടുവയാണ്, ശാരീരികമായ അവശതകളുള്ള കടുവയാണ് എന്നാണ് ഒരു വനംവകുപ്പിന്റെ പ്രാഥമികമായ നിഗമനം. കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സുധീർ നരോത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്ഥലത്തുണ്ട്. പോലീസും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കടുവ പ്രദേശത്ത് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സ്ഥലത്ത് അടക്കാത്തോട് മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഈ നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. കടുവ പക്ഷേ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നലെ കടുവ ഒരു വീടിൻ്റെ മുറ്റത്തൂടി നടന്നു പോകുമ്പോൾ ആളുകൾ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും കടുവ ആളുകൾക്ക് നേരെ തിരിയുകയോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഇവിടെ നിന്നൊരു പ്രദേശത്തു നിന്നൊരു വളർത്തുനായിയെ കാണാതായിരുന്നു. അത് കടുവ പിടിച്ചതാണെന്നുള്ള ചില സംശയങ്ങൾ നാട്ടുകാർ ഉയർത്തിയിരുന്നെങ്കിൽ കൂടിയും മറ്റേതെങ്കിലും തരത്തിൽ ആളുകളെയോ മറ്റ് വളർത്തുമൃഗങ്ങളെയോ ഒന്നും ഇതുവരെ കടുവ ഉപദ്രവിച്ചതായി വിവരമില്ല. എന്തായാലും ഇപ്പോൾ ഈ കടുവയെ മയക്കുവെടി വെക്കുക എന്നൊരു പ്രാഥമികമായ തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് മയക്കുവെടി വിദഗ്ധൻ ഇവിടെ അടക്കാത്തോടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലും വയനാട്ടിലും നിലവിൽ മയക്കുവെടി വിദഗ്ധരില്ല, അവർ അവധിയാണ്. അതുകൊണ്ടാണ് ഇന്ന് കാസർഗോഡ് നിന്ന് മയക്കുവെടി വിദഗ്ധനെ എത്തിച്ചിരിക്കുന്നത്. ഒരു 2 മണിക്കൂറിനുള്ളിൽ മയക്കുവെടി വിദഗ്ധൻ ഈ പ്രദേശത്ത് എത്തുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ മയക്കുവെടി വെക്കാമെന്നൊരു തീരുമാനമാണ് പ്രാഥമികമായി ഉള്ളത്. അതിനിടയിൽ സ്ഥലത്ത് വലിയ തോതിൽ ആളുകൾ, നാട്ടുകാർ കൂടുകയും പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ സ്ഥലത്ത് സണ്ണി ജോസഫ് MLA അടക്കമുള്ളവരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. MLA വനംവകുപ്പ് മന്ത്രിയുമായി വിഷയം ഫോണിൽ സംസാരിച്ചിരുന്നു. കടുവയെ മയക്കുവെടി വെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന വിവരം സണ്ണി ജോസഫ് MLAക്ക് വനം മന്ത്രി കൈമാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് തീർത്തും അവശനായ കടുവയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കുക. കാരണം കൊട്ടിയൂരിൽ കഴിഞ്ഞ ദിവസം കടുവയെ മയക്കുവെടി വെക്കുകയും അതിനുശേഷം ആ കടുവ ചാകുകയും ചെയ്ത സംഭവമുണ്ട്. അതുകൊണ്ട് കുറെ കൂടി കരുതലോടുകൂടി ഉള്ള ഒരു നിലപാടെടുക്കാൻ ആണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ തീരുമാനം. അതനുസരിച്ച് കടുവയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിച്ച് തീർത്തും അവശനാണ് കടുവയെങ്കിൽ കടുവയെ വലയിട്ട് പിടിക്കാനാണ് ഉള്ളൊരു തീരുമാനവുമുണ്ട്. എന്തായാലും വനംവകുപ്പ് ഈ മയക്കുവെടി വിദഗ്ധൻ സ്ഥലത്തെത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കൂ. അതുവരെ എന്തായാലും ഈ കടുവയെ നിരീക്ഷിക്കാനാണ് തീരുമാനം. മാത്രമല്ല, കടുവ തീരെ അവശനാണെന്ന് പറയാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മണിക്കൂറുകളായി ഈ കടുവ ഈ പ്രദേശത്ത് തന്നെ കിടക്കുകയാണ്. ചുറ്റും വലിയ ആൾക്കൂട്ടമുണ്ട്, വലിയ ബഹളമുണ്ട്, നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോഴും പക്ഷേ കടുവ അവിടെ നിന്ന് എണീക്കാനോ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനോ പോലും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീരെ ശാരീരികമായി തീരെ വയ്യാത്ത നിലയിലാണ് കടുവ ഉള്ളതെന്ന ഒരു നിഗമനമാണ് വനംവകുപ്പിനുള്ളത്. ഒരുപക്ഷെ ഇത്രയും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കടുവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് തീരെ ശാരീരികമായി അവശ നിലയിലാണ് കടുവയെന്നാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം. എന്തായാലും അക്കാര്യത്തിൽ ഇത് മയക്കുവെടി വെക്കണോ അഥവാ വലയിട്ട് പിടിക്കണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് തീരുമാനമെടുക്കൂ. അതിന് ഒപ്പം മയക്കുവെടി വിദഗ്ധനും കൂടി എത്തിയതിനു ശേഷമേ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു ആഴ്ചയോളമായി ഈ പ്രദേശത്ത് പലരും ഈ കടുവയെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു സംഘം അതിൻ്റെ മുമ്പിൽ കടുവ കുടുങ്ങിയിരുന്നു. അപ്പം പല ആളുകളും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളും കടുവയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1:40 കൃത്യമായി ഈ കടുവ ജനവാസ മേഖലയിലെത്തി. അതായത് അതിൻ്റെ ദൃശ്യങ്ങൾ
കൃത്യമായി ആളുകൾ പകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അത് ഒരു വീടിൻ്റെ മുന്നിലൂടെ വീടിൻ്റെ മുൻവശത്തുകൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു കണ്ടത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കടുവ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനുള്ള ഒരു രീതി കടുവയ്ക്ക് ആ സമയത്തും ഉണ്ടായിരുന്നില്ല. കടുവ ഇങ്ങനെ ദൃശ്യങ്ങൾ ആളുകൾ പകർത്തുമ്പോൾ പോലും കടുവ നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് പ്രദേശത്തേക്ക് വനംവകുപ്പിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുകയും ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. ചീങ്കണ്ണി പുഴയുടെ ഭാഗത്തേക്കായിരുന്നു കടുവ നടന്നു പോയതെന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതനുസരിച്ചാണ് ഈ പ്രദേശത്ത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വലിയ പരിശോധനയും മറ്റും നടത്തിയത്. ഇപ്പോൾ ഏതാണ്ട് ആ നിഗമനം ശരിവെക്കുന്ന തരത്തിലാണ് അവിടെ ഒരു ചിറക്കുനി ബാബു എന്ന് പറയുന്ന ഒരാളുടെ അയാളുടെ വീടിനടുത്ത് ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു പൊന്തക്കാടുകളും ചതുപ്പുകളും നിറഞ്ഞ ഒരു പ്രദേശത്ത് കടുവ ഇപ്പോൾ കിടക്കുന്നുണ്ട്. എന്തായാലും ഒരു അന്തിമ തീരുമാനം, അതിനെ വെടിവെക്കണോ മയക്കുവെടി വെക്കണോ അതെയോ വലയിട്ട് പിടിക്കണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിന് ശേഷം മാത്രമേ എടുക്കൂ. എന്തായാലും പ്രദേശത്ത് വലിയ പ്രതിഷേധമുണ്ട് ജനങ്ങളുടെ. അതുകൊണ്ട് നിലവിൽ ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. അമൃത, കണ്ണൂർ അടക്കാത്തോട് ഇറങ്ങിയ കടുവ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. കടുവ അവശനാണോ എന്നുള്ളൊരു സംശയമുണ്ട്. സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ കടുവയുള്ളത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. സുനിൽ ഐസക്കാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.